കുറച്ചധികം നാളായിട്ട് എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇത് വെക്കേഷന് നാട്ടിൽ വരുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയവും സാവകാശവും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ യൂറോപ്പിലെ ക്രിസ്മസും ന്യൂ ഇയറും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. കുറേ ലൈറ്റും ഡെക്കറേഷൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും കാണാൻ. ചില ട്രാമുകൾ വരെ ഇതുപോലെ ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെയുള്ളവർക്ക് വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ ലാസ്റ്റ് നവംബർ ആദ്യം മുതലേ തന്നെ സ്ട്രീറ്റുകളും ട്രാം റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ചെറിയ തോതിൽ ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങും. നവംബർ ആകുമ്പോൾ പിന്നെ പറയേ വേണ്ട, എല്ലാ സ്ഥലത്തും ലൈറ്റ്സിൻ്റെ ഒരു മേളം തന്നെയായിരിക്കും. പൊതുവേ ക്രിസ്മസ് മാർക്കറ്റ് 4 ആഴ്ച മുന്നേ, അതായത് ഏതാണ്ട് ഒരു നവംബർ മിഡ് കഴിയുമ്പോഴത്തേക്കും ഓപ്പൺ ആക്കും. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഫസ്റ്റ് അഡ്വന്റ് വീക്കെൻഡിനോട് അടുപ്പിച്ച്. അപ്പോൾ ഇക്കഴിഞ്ഞ ക്രിസ്മസ് മാർക്കറ്റ് നവംബർ 21-നായിരുന്നു ഓപ്പൺ ആക്കിയിരുന്നത്. ഓസ്ട്രിയയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് വിയന്നയിലാണെന്ന് കേട്ടിട്ടുണ്ട്. കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അടുത്ത തവണ എന്തായാലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. വിയന്നയിൽ മാത്രമല്ല കേട്ടോ, ഗ്രാസ്, ഹൽസ്റ്ററ്റ്, സാൽസ്ബുർഗ് അങ്ങനെ ഒട്ടുമിക്ക സിറ്റികളിലും ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആക്കാറുണ്ട്. മാത്രമല്ല ജർമ്മനി, നെതർലൻഡ്സ്, സ്വിറ്റ്സർലൻഡ് പോലുള്ള മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതുപോലുള്ള ക്രിസ്മസ് മാർക്കറ്റ്സ് ക്രിസ്മസിനോടനുബന്ധിച്ച് ഓപ്പൺ ചെയ്യാറുണ്ട്. ഈ മരം കോച്ചുന്ന തണുപ്പത്ത് ക്രിസ്മസ് മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും ഡ്രിങ്ക്സ് ഉണ്ടാവുമല്ലോ, അതും നല്ല ചൂടുള്ള ഡ്രിങ്ക്സ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചത് നല്ല ചൂടോട് കൂടി കിട്ടുന്ന ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള കിൻഡർ പുഞ്ചാണ്. പക്ഷേ ക്രിസ്മസ് മാർക്കറ്റ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഗ്ലൂ വൈനാണ് കേട്ടോ. ഗ്ലൂ വൈനെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് സമയത്ത് നല്ല ചൂട് ഊതി കുടിക്കാൻ പറ്റുന്ന ഒരു വൈൻ. എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിനൊരു വൃത്തികെട്ട ടേസ്റ്റാണ്. സ്പൈസസിന്റെ വല്ലാത്തൊരു കുത്താണ് ഈ ഗ്ലൂ വൈന്. അതിലും സൂപ്പറാണ് ഈ പലതരം വെറൈറ്റി പുഞ്ചുകൾ. വലിയവർക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈഡുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ പുഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത് പിയറിന്റെ പുഞ്ചായിരുന്നു. രണ്ടാമത് ഞങ്ങൾ ട്രൈ ചെയ്തത് ഓറഞ്ചിന്റെ ഈ കാണുന്ന പുഞ്ചും ചീസിന്റെ ഒരു സംഭവമാണ്. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു. എന്നെ സംബന്ധിച്ച് കുറച്ച് സ്വീറ്റ്നെസ് കൂടുതലായിരുന്നു കേട്ടോ. അതും കുടിച്ച് അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു ക്യൂട്ട് സ്റ്റോർ എൻ്റെ കണ്ണിൽപ്പെട്ടത്. പലതരം ചോക്ലേറ്റ്സ്, ക്യാൻഡീസ്, കുക്കീസ് ഒക്കെ കിട്ടുന്ന ഈ ഒരു ഷോപ്പ് നല്ല രസമില്ലേ കാണാൻ. ഇവിടെ ക്യാൻഡീസും ചോക്ലേറ്റ്സും ഒക്കെ കിട്ടുമെങ്കിലും ഇവിടുത്തെ മെയിനായിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഹാർട്ട് ഷേപ്പിലുള്ള കുക്കീസ് ആണ്. ഇതിൻ്റെ പേര് ലേപ് കുഹൻ എന്നാണ് ജർമ്മനിൽ. പേര് കേട്ടിട്ട് ഞെട്ടണ്ട, ജിഞ്ചർ ബ്രെഡിൻ്റെ ജർമ്മൻ വേർഷനാണ് ഈ ലേപ് കുഹൻ. ഇത് ഭയങ്കര സ്വീറ്റ് ചൂയി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കുക്കീസാണ് കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ സ്വീറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ലേപ് കുഹൻ ഒരു നല്ല ഓപ്ഷനാണ്. കുറച്ച് സന്ധ്യ ആയപ്പോഴത്തേക്കും തണുപ്പ് ഒരു രക്ഷയില്ലാതെ കൂടി, കാലൊക്കെ നല്ല മരവിച്ച് തുടങ്ങിയിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾ അടുത്ത പുഞ്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വാങ്ങിയത് ബെറി പുഞ്ചായിരുന്നു. അതും കുഴപ്പമില്ല കേട്ടോ, നന്നായിരുന്നു. മധുരം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പുഞ്ച് ഇഷ്ടപ്പെടും. അങ്ങനെ അത്യാവശ്യം കുറച്ച് കുടിച്ചും കഴിച്ചും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെയുള്ള സ്റ്റോറുകളൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് കരുതി. ക്രിസ്മസ് മാർക്കറ്റിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടി കുട്ടി സ്റ്റോളുകളാണ്. പല വെറൈറ്റി ഫുഡുകൾ, ഡ്രിങ്ക്സ്, ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ, കാൻഡിൽസ്, സോപ്പ്, പിന്നെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഈ മാർക്കറ്റിലുണ്ട്. അങ്ങനെ ഒരു ഫുഡ് സ്റ്റോളിൽ നിന്ന് ഞങ്ങൾ ഇതേ ട്രൈ ചെയ്യാൻ വാങ്ങിച്ചത് എന്താണെന്ന് കണ്ടോ, നല്ല ആവി പറക്കുന്ന ചിമ്മിനി കേക്ക്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഈ ചിമ്മിനി കേക്ക് പല ഫ്ലേവറുകളിൽ അവൈലബിൾ ആണ്. ചോക്ലേറ്റ്, പിസ്താഷ്യോ, സിന്നമൺ, ന്യൂട്ടല്ല, ഇത്രയും ഫ്ലേവർ ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്യാൻ വാങ്ങിച്ചത് ഒരു പ്ലെയിൻ ചിമ്മിനി കേക്ക് ആണ് കേട്ടോ. അങ്ങനെ ചിമ്മിനി കേക്കും ഒക്കെ കഴിച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഗ്രാസിലെ ക്രിസ്മസ് ട്രീ ഒരുക്കി നിർത്തിയേക്കുന്നത് കണ്ടത്. ഒരുക്കി നിർത്തിയിട്ടേ ഉള്ളൂ, ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഗ്രാസിലെ തന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ഈ നാരോ സ്ട്രീറ്റ്സിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ക്രിസ്മസ് മാർക്കറ്റ്സിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റോളുകൾ കാണാം. അതുപോലെ തന്നെ കിഡ്സിന്റെ പ്ലേ ഏരിയാസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോഴാണ് മറ്റൊരു ചിമ്മിനി കേക്കിന്റെ സ്റ്റോൾ ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. എന്നാൽ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട, അവിടെ നിന്ന് ഒരു ന്യൂട്ടല്ല ഫ്ലേവറിലുള്ള ചിമ്മിനി കേക്ക് അങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് കരുതി. ഇത് കണ്ടോ, ഇതുപോലെ കറക്കി കറക്കി കനലിൽ ചുട്ടാണ് അവർ ഈ ചിമ്മിനി കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഹംഗ്രിക്കാരുടെ ഒരു ട്രഡീഷണൽ കേക്കാണ് കേട്ടോ. ഒരു ചിമ്മിനിയുടെ ഒക്കെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പേര് ഇതിന് കിട്ടിയത്. ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചുണ്ടാക്കുന്ന മാവ് വെച്ചിട്ടാണ് ഈ ചിമ്മിനി കേക്ക് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. ഇതേപ്പറ്റി ആധികാരികമായി പറയാൻ എനിക്ക് അറിവില്ല. എന്നിരുന്നാലും ഈ സംഭവം കാണാനും ടേസ്റ്റ് ചെയ്യാനും അടിപൊളിയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മിസ്സാക്കണ്ട. അദ്വൈട്ടനൊന്നും കൂടെ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അവർക്കും കൂടെ ഒരു ചിമ്മിനി കേക്ക് പാഴ്സൽ അങ്ങ് വാങ്ങിച്ചു. അങ്ങനെ ചിമ്മിനി കേക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലുള്ള ഒരാൾക്ക് ഒരു മോഹം നല്ല വാഫിൾസ് കഴിക്കണം എന്ന്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ പോയി ഒരു ബനാനയും ചോക്ലേറ്റും കൂടെ ഒക്കെ ഇട്ട് നല്ല ചൂട് വാഫിൾസ് അങ്ങ് വാങ്ങിച്ചു. ഇത്രയും ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തില്ലേ, അതും മോശമല്ലേ. ദേവിക്ക് കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചുടുചുടാ വാഫിൾസ് വാങ്ങിച്ചത്. പക്ഷെ ഞങ്ങൾ എല്ലാവരും അതിൽ നിന്ന് കൈയിട്ട് വരിട്ടോ. അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. മാത്രമല്ല ഈ ഫ്രീസിങ് തണുപ്പത്ത് നല്ല ചൂടുള്ള വാഫിൾസ് അങ്ങനെ ഊതി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ക്രിസ്മസ് ടൈമിൽ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പുറത്ത് പോയി ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി
അടിപൊളി സ്പോട്ടാണ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. യൂറോപ്പിൽ ക്രിസ്മസ് ടൈമിൽ വെക്കേഷന് വരുന്നവർ എന്തായാലും ഈ ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാതെ പോകരുത് കേട്ടോ. നിങ്ങൾ പോകുന്ന രാജ്യത്തെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് മിസ് ചെയ്യാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാകും. അങ്ങനെ കണ്ട് നടന്നപ്പോഴാണ് ഈ ഒരു ഷോപ്പിൻ്റെ കണ്ണിപ്പെട്ടത്. നിറച്ച് സ്റ്റാർസ്, അതും നല്ല ഭംഗിയുള്ള സ്റ്റാർസ് ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിലെ പോലെ വീടിൻ്റെ ഫ്രണ്ടിൽ സ്റ്റാർ തൂക്കുന്ന ഒരു പരിപാടി ഇവിടെ അധികം സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. അടുത്ത് ഞങ്ങൾ കണ്ട സ്റ്റോളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സ്നേ കൂഗൽ അല്ലെങ്കിൽ സ്നോ ഗ്ലോബ് കിട്ടുന്ന ഒരു കടയായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്ലോബ് പല തീമിൽ അവൈലബിൾ ആയിരുന്നു, എന്നാലും കൂടുതൽ വിൻ്റർ ക്രിസ്മസ് തീമുകളായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം ഒറിജിനേറ്റ് ആയത് തന്നെ ഓസ്ട്രേലിയയിലാണെന്നാണ് പറയുന്നത്. ആ കടയിൽ ഈ ഗ്ലോബ് മാത്രമല്ല കേട്ടോ, വേറെ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോഴാണ് കിഡ്സിനുള്ള ഒരു പ്ലേ ഏരിയ കണ്ടത്. ജെയിൻറ്റ് വീലൊക്കെയുള്ള ഒരു അടിപൊളി പ്ലേ ഏരിയ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മൂർ റിവറിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ക്രിസ്മസ് മാർക്കറ്റ്സ് കാണാനാണ്. ഈ മൂർ റിവർ എന്ന് പറയുന്നത് ഗ്രാസിലെ തന്നെ ഒരു മെയിൻ അട്രാക്ഷനാണ് കേട്ടോ. ഇത്രയും സ്റ്റാളുകളിലൊക്കെ ഞങ്ങൾ കയറിയെങ്കിലും ഫുഡ് ഐറ്റംസ് അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് തോന്നിയേക്കാം. സ്വാഭാവികം. പക്ഷേ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യുക എന്നുള്ളതായിരുന്നല്ലോ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്മസ് മാർക്കറ്റിൽ കൂടുതലായിട്ടും കാണുന്നത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളും പിന്നെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റംസ്. പിന്നെ സാധാരണ ഷോപ്സിൽ നിന്ന് കുറച്ച് പ്രൈസ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ വളരെ ഫേമസും പഴക്കമേറിയതുമായിട്ടുള്ള ഒരു പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് ഇത്. ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ക്രിസ്മസ് ട്രീ തന്നെയാണ് കേട്ടോ. വളരെ ഭംഗിയായിട്ടാണ് അവർ ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എന്തായാലും ഞങ്ങൾ മിസ് ചെയ്യാതെ എടുത്തിട്ട്, കുറച്ച് മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞതുകൊണ്ട് കുറച്ച് സോൾട്ടി ആയിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യാൻ തോന്നിയതുകൊണ്ട് തന്നെ നേരെ പോയത് ഓസ്ട്രിയൻ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള കേസേ സ്പെറ്റ്സിലെ ട്രൈ ചെയ്യാനാണ്. മാക്ക് ആൻഡ് ചീസിൻ്റെ ഒരു ജർമ്മൻ വേർഷനായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. പാസ്ത, ചീസ്, ഫ്രൈഡ് ഓണിയൻ, മീറ്റ് ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇട്ടിട്ടുണ്ടാവുക. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏതാണ്ട് ഒരു 8:30 മണിയായിട്ടുണ്ടായിരുന്നു. -2 ആയിരുന്നു ടെമ്പറേച്ചർ. ഇനിയും തണുപ്പത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. നല്ലൊരു ഈവനിങ് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഗ്ലൗസ് എടുക്കാൻ മറന്ന് എൻ്റെ കൈ മരവിച്ചൊരു പരുവായി എന്നുള്ളൊരു ഒറ്റ കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.